ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 2 ദ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റ് 4, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനി അതിൻ്റെ അടുത്ത ഭാഗം, അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ രണ്ടാം പകുതിയാണ് എന്ത്, പെരിഫറൽ നെർവസ് സിസ്റ്റം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നെർവസ് സിസ്റ്റം മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സെൻട്രൽ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് വരുന്നത്, നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ് ആണ്. ഓക്കെ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എമർജ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നെർവ്സ് വേണം അല്ലേ. അപ്പോൾ ഈ നെർവ്സ് ത്രൂ ആണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നെർവ്സ് ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ക്രേനിയൽ നെർവ്സ് വരുന്നുണ്ട്, സ്പൈനൽ നെർവ്സ് വരുന്നുണ്ട്. പിന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം മെയിനായിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സൊമാറ്റിക് നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഫെർദർ പാരാസിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം മെയിനായിട്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെടുന്നില്ല. പക്ഷേ അവരിൽ നിന്ന് എമർജ് ചെയ്യുന്ന എല്ലാ നെർവ്സും നമ്മുടെ ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ നെർവ്സും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പം അതിൽ ക്രേനിയൽ നെർവ്സും ഉണ്ടാവാം, സ്പൈനൽ നെർവ്സും ഉണ്ടാവും. ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് എമർജ് ചെയ്യുന്നതാണെങ്കിൽ അവരെ നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് വിളിക്കുന്നു. സ്പൈനൽ കോഡിൽ നിന്ന് എമർജ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സ്പൈനൽ നെർവ്സ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഇത് കണ്ടറിയാം അല്ലേ, ഒത്തിരി നെർവ്സ് ഉണ്ട്. നമ്മുടെ ഓർഗൻസും മസിൽസും ഗ്ലാൻസിനൊക്കെ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ നെർവ്സ് വഴിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നെർവ്സ് ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രേനിയൽ നെർവ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു, ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് എമർജ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പം ദെയർ ആർ 12 pairs ഓഫ് ക്രേനിയൽ നെർവ്സ് ദാറ്റ് എമർജ് ഔട്ട് ഓഫ് ദ ബ്രെയിൻ സ്റ്റെം ആൻഡ് റീച്ച് ഔട്ട് ടു ദി അതർ ഏരിയാസ് ഓഫ് ദ ബോഡി. അപ്പം ഈ 12 പെയർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ എത്ര പെയർ ക്രേനിയൽ നെർവ്സ് ഉണ്ട്, 12 പെയർ ക്രേനിയൽ നെർവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ക്രേനിയൽ നെർവ്സ് ഹാവ് ബണ്ടിൽസ് ഓഫ് ആക്സോൺസ്. അപ്പോൾ ഈ ക്രേനിയൽ നെർവ്സ് ആക്സോൺസ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻസ് ക്രേനിയൽ നെർവ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3. സെൻസറി ക്രേനിയൽ നെർവ്സ്. സെൻസറി ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ സെൻസറി ഫങ്ഷൻസ് ആയിരിക്കും. അതായത് നമ്മുടെ ഐസ്, ഇയേഴ്സ്, നമ്മുടെ എല്ലാ സെൻസസിൽ നിന്നും ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യുന്നവരായിരിക്കും സെൻസറി ക്രേനിയൽ നെർവ്സ്. ദെൻ മോട്ടോർ ക്രേനിയൽ നെർവ്സ് പറയുന്നത് മോട്ടോർ ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ മസിൽസിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ മോട്ടോർ ക്രേനിയൽ നെർവ്സ് ആണ്. മിക്സഡ് ക്രേനിയൽ നെർവ്സ് പറയുന്നത് അവർ ബോത്ത് സെൻസറി ഫങ്ഷൻസും ക്യാരി ചെയ്യുന്നുണ്ട്, മോട്ടോർ ഫങ്ഷൻസും ക്യാരി ചെയ്യുന്നതാണ് മിക്സഡ് ക്രേനിയൽ നെർവ്സ്. ഓക്കെ, ഇനി മറ്റ് അതർ നെർവ്സ് ഓഫ് ദ PNS എമർജ് ഫ്രം ദ സ്പൈനൽ കോഡ്. അപ്പം ബാക്കി നെർവ്സ് ഒക്കെ എവിടെ നിന്നാണ് എമർജ് ചെയ്യുന്നത്, സ്പൈനൽ കോഡിൽ നിന്നാണ് എമർജ് ചെയ്യുന്നത്. ഓക്കെ, ഈ 12 പെയർസ് അല്ലാതെ മറ്റുള്ള പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന നെർവ്സ് സ്പൈനൽ കോഡിൽ നിന്നാണ് എമർജ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതിനെ സ്പൈനൽ നെർവ്സ് എന്ന് വിളിക്കുന്നു. അത് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്രേനിയൽ നെർവ്സ് 1 to 4 ആർ ഇൻ ദ മിഡ് ബ്രെയിൻ ആൻഡ് ദ ഫോർ ബ്രെയിൻ. അപ്പം 1 മുതൽ 4 വരെയുള്ള ക്രേനിയൽ നെർവ്സ് എവിടെ നിന്നാണ് വരുന്നത്, മിഡ് ബ്രെയിനിൽ നിന്ന് ഫോർ ബ്രെയിനിൽ നിന്നുമാണ് വരുന്നത്. ഓക്കെ, ക്രേനിയൽ നെർവ്സ് 5 to 7 ആർ ഇൻ ദ മെഡുല ഒബ്ലോങ്കേറ്റ ആൻഡ് പോൺസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന 1 to 4 മിഡ് ബ്രെയിനും ഫോർ ബ്രെയിനിൽ നിന്നുമാണ് വരുന്നത്. ക്രേനിയൽ നെർവ്സ് 5 to 7 വരുന്നത് മെഡുല ആൻഡ് പോൺസിൽ നിന്നാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കും. നമ്മൾ ഇനി ഓരോ നെർവും അതിൻ്റെ ഫങ്ഷൻസുമാണ് നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അത് ഒത്തിരി ക്രേനിയൽ നെർവ്സ് നമുക്ക് ഉണ്ട്. 12 ക്രേനിയൽ നെർവ്സ് ആണ് വരുന്നത്. അതിൽ ഒന്നാമത് നമ്മളിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രേനിയൽ നെർവ്സിന് തന്നെ കറക്റ്റായിട്ട് ഒരു നമ്പർ ഉണ്ട്. ഇപ്പം നമ്പർ 1 ക്രേനിയൽ നെർവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൾഫാക്ടറി നെർവാണ്, അതിന് മാറ്റമില്ല.
10th ക്രേനിയൽ നെർവ് ഏതാന്ന് ചോദിച്ചാൽ ഏതാ? വേഗസ് നെർവാണ്. അപ്പം ഈ ഓരോ നെർവിനും അതിൻ്റേതായിട്ടുള്ള നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം അതും പഠിക്കണം, നമ്പർ കറക്റ്റായിട്ട് പഠിക്കണം. അതുപോലെ അത് ഏത് നെർവാണ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫങ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്രേനിയൽ നെർവ് ഏതാണ്? ഓൾഫാക്ടറി നെർവ്. ഓൾഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്മെല്ലാണ് അല്ലേ? അപ്പം അതിൻ്റെ മേജർ ഫങ്ഷൻ സ്മെല്ലാണ്. ഇനി നെക്സ്റ്റ് വൺ നമ്പർ 2, അതായത് സെക്കൻഡ് ക്രേനിയൽ നെർവ് ഏതാണ്? ഒപ്റ്റിക് നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷൻ്റെ ഫങ്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഈ ഒപ്റ്റിക് നെർവ് ആണ്. ഓക്കെ, ഇനി ക്രേനിയൽ നെർവ് 3 ഏതാണ്? ഒക്കുലോമോട്ടോർ എന്ന് പറയുന്നത് നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ്. ഒക്കുലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസിൻ്റെ മോട്ടോർ മൂവ്മെൻറ്റ്. ഓക്കെ, ഐ മൂവ്മെൻറ്റ്, സൈസ് ഓഫ് ദ പ്യൂപ്പിൾ, അക്കോമഡേഷൻ ഇൻ ദ ഐ. അക്കോമഡേഷനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ ലൈറ്റ് അനുസരിച്ച് നമ്മുടെ ഐ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഐയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഏത് നെർവാണ്? ഒക്കുലോമോട്ടോർ നെർവാണ്. ഇനി ഫോർത്ത് ക്രേനിയൽ നെർവ് ഏതാണ്? ട്രോക്ലിയർ നെർവ്. അതിൻ്റെ ഫങ്ഷൻ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഐസും അതുപോലെ തന്നെ മോട്ടോർ മൂവ്മെൻറ്റ്സും ആണ്, സെയിം ഒക്കുലോമോട്ടോറിൻ്റെ തന്നെ. ഇനി ഫിഫ്ത്ത് ക്രേനിയൽ നെർവാണ് ട്രൈജെമിനൽ നെർവ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ ചൂവിങ്, നമ്മുടെ ചൂവിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ പറ്റി നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിനെ പറ്റി എത്രത്തോളം അവെയർ ആണ്, അതിനെയാണ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി പാർട്സ്. ഓക്കെ, അങ്ങനെയാണ് പ്രൊപ്രിയോസ്, നമ്മുടെ സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയില്ല, അതാണ് ഈ പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മസിൽസ് ഇൻ ദ ജോ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ ട്രൈജെമിനൽ നെർവാണ്. ഇനി സിക്സ്ത് നെർവാണ് അബ്ദുസൻസ് നെർവ്, അതായത് മോട്ടോർ ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഫേഷ്യൽ നെർവാണ് സെവൻത്ത് വൺ, അത് ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ടിയേഴ്സ്, കണ്ണുനീര്, ടേസ്റ്റ്, ഇതൊക്കെ ഫേഷ്യൽ നെർവാണ്. ഇനി വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്, അത് 8th നെർവാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ ഹിയറിംഗ്, ബാലൻസ്, അതൊക്കെ. വെസ്റ്റിബ്യൂളും കോക്ലിയൊക്കെ എവിടെയാണ് വരുന്നത്? നമ്മുടെ ഇയേഴ്സിലാണല്ലേ വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് പഠിച്ചാൽ മതി. ഹിയറിങ്, ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായി? വെസ്റ്റിബ്യൂലോ കോക്ലിയർ നെർവാണ്. ഇനി 9th നെർവാണ് ഗ്ലോസോ ഫാരഞ്ചിയൽ നെർവ്. അത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ്? ടങ്കിൻ്റെ ഫങ്ഷൻസ്, ത്രോട്ട്, സ്വാലോവിങ്, സലൈവ, ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, ഇതൊക്കെ ഗ്ലോസോ ഫാരഞ്ചിയൽ നെർവാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ വേഗസ് നെർവ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് നെർവാണ് കേട്ടോ. വേഗസ് നെർവ് അത് എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ വോയിസ് പ്രൊഡക്ഷൻ, സ്വാലോവിങ്, വിസറൽ ഫങ്ഷൻസ് ഒക്കെ. വിസറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഫങ്ഷൻസ് ആണ്, നമ്മുടെ ഓർഗൻസിൻ്റെ, ഗ്ലാൻസിനൊക്കെ ഫങ്ഷൻസ് ഒക്കെ നമ്മുടെ വേഗസ് നെർവാണ് കൺട്രോൾ ചെയ്യുന്നത്. ആക്സസറി നെർവ്, അതായത് 11th നെർവ്, അതേതാണ്? ഷോൾഡർ മൂവ്മെൻറ്റ്സ്, ടേണിങ് ഓഫ് ദ ഹെഡ്, നമുക്ക് തലയൊക്കെ അനക്കാൻ പറ്റുന്നതും തിരിയാൻ പറ്റുന്നതൊക്കെ ഈ ആക്സസറി നെർവിൻ്റെ ഫങ്ഷനാണ്. വോയിസ് പ്രൊഡക്ഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് നെർവാണ് ഹൈപ്പോഗ്ലോസൽ നെർവ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ മൂവ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദ ടങ്. ഓക്കെ, ടങ്ങിൻ്റെ മെയിനായിട്ട് ചോദിക്കുവാണെങ്കിൽ അത് ഹൈപ്പോഗ്ലോസൽ നെർവാണ് കേട്ടോ. അപ്പം ഇതാണ് 12 നെർവ് വരുന്നത്. അപ്പം ഇതിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 2 ഫങ്ഷൻ എങ്കിലും മെയിനായിട്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഏതൊക്കെയാണ് നമ്മുടെ ക്രേനിയൽ നെർവ്സ്? 12 പേര് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓൾഫാക്ടറി നെർവ്, ഒപ്റ്റിക് നെർവ്, ഒക്കുലോമോട്ടോർ നെർവ്, ട്രോക്ലിയർ നെർവ്, ട്രൈജെമിനൽ നെർവ്, അബ്ദുസെൻസ്, ഫേഷ്യൽ നെർവ്, വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്, ഗ്ലോസോഫാരഞ്ചിയൽ നെർവ്, വേഗസ് നെർവ്, ആക്സസറി നെർവ് ആൻഡ് ഹൈപ്പോഗ്ലോസൽ നെർവ്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇപ്പം ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ഏത് നെർവാണ്, 10th നെർവ് ഏതാണ് എന്ന് ചോദിക്കാം. മേ ബി അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഫങ്ഷൻ മാത്രമായിട്ട് ചോദിച്ചിട്ട് അത് ഏത് നെർവാന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാന്നൊക്കെ ചിലപ്പം പറയും. ഓക്കെ, സോ അതാണ് ക്രേനിയൽ നെർവ്സ്. ഇനി നമ്മൾ കമ്മിങ് ടു സ്പൈനൽ നെർവ്സ്. നമ്മൾ പറഞ്ഞു സ്പൈനൽ കോഡിൽ നിന്ന് എമർജ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. അത് ദേ ആർ 31 സ്പൈനൽ നെർവ്സ്, 31 സ്പൈനൽ നെർവ്സ് ഉണ്ട്. ഓക്കെ, ദേ എമർജ് ഫ്രം ദ സ്പൈനൽ ക്യാവിറ്റി. നെർവ്സ് ദാറ്റ് അറൈസ് ഫ്രം ദ സെർവിക്കൽ വെർട്ടിബ്രേ ആർ നോൺ ആസ് എ സെർവിക്കൽ നെർവ് പെയർസ്. അതായത് ഒരു സ്പൈനൽ കോഡിൻ്റെ ഡിവിഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പം സെർവിക്കൽ വെർട്ടിബ്രയിൽ നിന്ന് എമർജ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ
സെർവിക്കൽ നെർവ് പെയർസ്. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ ഈ കാണുന്നതാണ് സെർവിക്കൽ വെർട്ടിബ്രേ C1 to C7. അപ്പം അവിടെ നിന്ന് എമർജ് ചെയ്യുന്നവരെയാണ് നമ്മൾ സെർവിക്കൽ നെർവ് പെയർസ്. ദേ ആർ 8 in number and labeled as C1 through C8. അപ്പോൾ അവർ 8 സ്പൈനൽ നെർവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ദ നെർവ്സ് അറൈസിങ് ഫ്രം ദ വെർട്ടിബ്രേ ഇൻ ദ thoracic region are known as thoracic nerve pairs. These are 12 in number and are known as T1 through T12. ഓക്കെ, അപ്പം ഇവർ 12 പെയർസ് ആണുള്ളത്. തൊറാസിക് വെർട്ടിബ്രയിൽ നിന്ന് എമർജ് ചെയ്യുന്ന നെർവ്സിന് നമ്മൾ തൊറാസിക് നെർവ് പെയർസ് പറയുന്നു. അവർ 12 എണ്ണം ഉണ്ട്. ഇനി ലുംബാർ ഏരിയ, ലുംബാർ വെർട്ടിബ്രയിൽ നിന്ന് എമർജ് ചെയ്യുന്നവർ നമ്മൾ ലുംബാർ നെർവ് പെയർസ് എന്ന് വിളിക്കുന്നു. അവർ 5 എണ്ണമാണ് ഉള്ളത്. അതുപോലെ തന്നെ സേക്രൽ വെർട്ടിബ്രയിൽ നിന്ന് എമർജ് ചെയ്യുന്ന 5 നെർവ്സ് ഉണ്ട്, സ്പൈനൽ നെർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ കൊക്കീജിയൽ പാർട്ടിൽ നിന്ന് എമർജ് ചെയ്യുന്ന ലാസ്റ്റ് പെയർ ഉണ്ട്. അതിന് നമ്മൾ കൊക്കീജിയൽ പെയർ ഓഫ് സ്പൈനൽ നെർവ്സ് ഇൻ ദ കൊക്കീസ് റീജിയൻ ഓഫ് ദ ടിപ്പ് ഓഫ് ദി സ്പൈനൽ കോഡ്. അപ്പം മെയിനായിട്ട് സ്പൈനൽ കോഡിൻ്റെ 5 ഭാഗത്തു നിന്നാണ് നെർവ്സ് എമർജ് ചെയ്യുന്നത്. അപ്പം അതനുസരിച്ചിട്ടാണ് ആ സ്പൈനൽ നെർവ്സിന് നമ്മൾ ഏത് ഏരിയയിൽ നിന്നാണ് എമർജ് ചെയ്യുന്നത് ആ ഏരിയ വെച്ചിട്ടാണ് ആ സ്പൈനൽ നെർവ്സിന് നമ്മൾ നെയിം കൊടുത്തിരിക്കുന്നത്. സെർവിക്കൽ വെർട്ടിബ്രേന്നാണെങ്കിൽ എമർജ് ചെയ്യുന്നതെങ്കിൽ സെർവിക്കൽ നെർവ് എന്ന് വിളിക്കുന്നു. മറ്റത് തൊറാസിക് നെർവ്, ഇത് ലുംബാർ നെർവ് എന്ന് പറയുന്നു. ദെൻ സേക്രൽ നെർവ്. പിന്നെ ലാസ്റ്റ് പെയർ എവിടെയാണ്? നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പൈനൽ കോഡ്, അതായത് കൊക്കീജിയൽ ഏരിയയിൽ നിന്നാണ് ലാസ്റ്റ് പെയർ ഓഫ് സ്പൈനൽ കോഡ് എമർജ് ചെയ്യുന്നത്. അപ്പം ഏത് സ്ഥലത്തു നിന്നാണ്, ഏത് വെർട്ടിബ്രേന്നാണ് എമർജ് ചെയ്യുന്നതെന്ന് നോക്കണം. അതുപോലെ തന്നെ അത് എത്ര നമ്പർ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 31 സ്പൈനൽ നെർവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം സെർവിക്കൽ നിന്ന് വരുന്നതിന് 8 എണ്ണം സെർവിക്കൽ നിന്നാണ് വരുന്നത്, 12 എണ്ണം തൊറാസിക് റീജിയണിൽ നിന്നാണ് വരുന്നത്. ലുംബാർ ഏരിയ 5 എണ്ണം വരുന്നുണ്ട്. സേക്രലിൽ നിന്നും 5 എണ്ണം വരുന്നുണ്ട്. ലാസ്റ്റ് പെയർ എവിടെ നിന്നാണ്? കൊക്കിക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞില്ല, അതിന് വീണ്ടും ഫെർദർ ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ നെർവ്സ് ദാറ്റ് ലൈ ഇൻ ദ പെരിഫറൽ റീജിയൻ ഔട്ട്സൈഡ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ പുറത്ത് നിന്ന് എമർജ് ചെയ്യുന്ന എല്ലാ നെർവ്സും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ നെർവ്സ് ദാറ്റ് ബ്രാഞ്ച് ഔട്ട് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ദാറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻ ഇൻ ദ ബ്രെയിൻ ആൻഡ് ദ സ്പൈനൽ കോഡ്. അതായത് ഇവർ ബ്രെയിനിൽ സ്പൈനൽ കോഡിലും പ്രസൻ്റ് അല്ല കേട്ടോ. ബ്രെയിനിന് സ്പൈനൽ കോഡിനും എമർജ് ചെയ്യുന്ന നെർവ്സ് അത് നമ്മുടെ ബോഡി ആസകലം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ള നെർവ്സ് ആണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. അത് മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, then the sensory information from the eyes, ears, skin and muscles is carried by the somatic nervous system to the central nervous system. അപ്പം സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി ഇൻഫോർമേഷൻസ് ഒക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാരി ചെയ്യുക എന്നുള്ളതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ motor responses are mediated by the motor fiber from the central nervous system. Motor responses-ഉം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം റെഗുലേറ്റ്സ് ഇമോഷണൽ ബിഹേവിയർ, അതർ ഓർഗൻസ് ആൻഡ് ഗ്ലാൻസ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർ കൺട്രോളിലല്ലാത്ത ആക്ടിവിറ്റീസ് ഒക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. അതായത് ഇപ്പം നമ്മുടെ ഇമോഷണൽ ബിഹേവിയർ, അതുപോലെ തന്നെ മറ്റുള്ള ഓർഗൻസിൻ്റെ ഗ്ലാൻസിൻ്റെയൊക്കെ മെസ്സേജസ് ഒക്കെ ക്യാരി ചെയ്യുന്നതൊക്കെ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇപ്പം നമ്മുടെ ബ്രീത്തിങ്, സ്റ്റൊമക് കോൺട്രാക്ഷൻ, സലൈവേഷൻ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല അല്ലേ, അതൊക്കെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇനി ദ മെയിൻ റോൾ ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം ഈസ് ടു കണക്ട് ദ CNS വിത്ത് ദ ലിംസ് ആൻഡ് ദ ഓർഗൻസ് ഓഫ് ദ ബോഡി. ആസ് ഐ ഓൾറെഡി സെഡ്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ ബാക്കിയുള്ള നമ്മുടെ ബോഡി പാർട്സായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇനി നമുക്ക് ഓരോ ഡിവിഷനും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സൊമാറ്റിക് നെർവസ് സിസ്റ്റം. Somatic nervous system conduct all sensory and motor information
ടു ആൻഡ് ഫ്രം ദ CNS. അപ്പോൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താ ചെയ്യുന്നത്? സെൻസറി ഇൻഫോർമേഷൻസ് ബ്രെയിനിലോട്ടും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലോട്ടും ക്യാരി ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിരിച്ചും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ ഓർഗൻസിലോട്ടും ഗ്ലാൻസിലോട്ടൊക്കെ ക്യാരി ചെയ്യുന്നതാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. അതുപോലെ തന്നെ വോളണ്ടറി മൂവ്മെൻറ്റ്സിന് ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള മൂവ്മെൻറ്റ്സ്. ഇപ്പം നമ്മൾ കൈ അനക്കുന്നു, കാലനക്കുന്നു, നമ്മൾ നടക്കുന്നതൊക്കെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പം അതാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇനി അതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ന്യൂറോൺസ് വരുന്നുണ്ട്. സെൻസറി ന്യൂറോൺസും ഉണ്ട്, മോട്ടോർ ന്യൂറോൺസും ഉണ്ട്. സെൻസറി ന്യൂറോൺസ് എന്ന് പറയുന്നത് അഫറൻറ്റ് ന്യൂറോൺസ് ആണ്. അഫറൻറ്റ് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ അഫറൻറ്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അഫറൻറ്റ് അതായത് ഓർഗൻസിൽ നിന്ന് ബ്രെയിനിലോട്ട് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് അഫറൻറ്റ് ന്യൂറോൺസ്. അപ്പോൾ സെൻസറി ന്യൂറോൺസ് പറയുന്നത് അഫറൻറ്റ് ന്യൂറോൺസ് ആണ്. ദേ കണ്ടക്ട് ഇമ്പൾസസ് ഫ്രം ദ സെൻസറി ഓർഗൻസ് ടു സെൻസറി ഓർഗൻസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാരാണ്? ഈ പറയുന്ന സെൻസറി ന്യൂറോൺസ് ആണ്. ഇനി മോട്ടോർ ന്യൂറോൺസ് എഫറൻറ്റ് ന്യൂറോൺസ് ആണ്. അതായത് മോട്ടോർ ന്യൂറോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് തിരിച്ച് നമ്മുടെ ബോഡിക്കും മസിൽസിനും ഗ്ലാൻസിനൊക്കെ മെസ്സേജ് ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടോർ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ. എന്നാലാണ് നമുക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. From the brain and the spinal cord to muscle throughout the body. It is responsible for making voluntary movements. Okay. ഇപ്പം അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ റിഫ്ലക്സ്. റിഫ്ലക്സ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്താണ്? when a predictable response is given to a stimulus, it is known as a reflex, or it is an action generated by the body in response to the environment. ഇപ്പം ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലേ? നമ്മളിപ്പം ഒരു നല്ല ചൂടുള്ള മെഴുകുതിരി അല്ലെങ്കിൽ തീയിൽ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് നമ്മൾ കൈ വലിക്കും, ബാക്കിലോട്ട് വലിക്കും അല്ലേ? കാരണം അത് ഡേഞ്ചറാണ്, ഹോട്ടാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ വേഗം തന്നെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തുകയും ആ സെൻട്രൽ നെർവസ് സിസ്റ്റം തിരിച്ച് നമുക്ക് മെസ്സേജ് തരും, അത് ഡേഞ്ചറാണ്, വേഗം കൈ വലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിൽസിനെ അവർ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പം ആ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഏത് ന്യൂറോൺസ് ആണ് ക്യാരി? മോട്ടോർ ന്യൂറോൺസ്. നേരത്തെ പറഞ്ഞല്ലോ എഫറൻറ്റ് ന്യൂറോൺസ്. ഓക്കെ, അവരാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് മെസ്സേജ് നമ്മുടെ മസിൽസിലോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം എ റിഫ്ലെക്സ് ആർക്ക് ഈസ് എ ന്യൂറൽ പാത്വേ ദാറ്റ് കൺട്രോൾസ് ആൻ ആക്ഷൻ റിഫ്ലെക്സ്. അപ്പം നമ്മൾ ഈ കൈ വലിക്കുമ്പോൾ ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതായത് കൈ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇത് ചൂടാണെന്നുള്ളൊരു ഇൻഫർമേഷൻ വേഗം തന്നെ പോയിട്ട് സ്പൈനൽ കോഡിലെത്തി. അപ്പോൾ സ്പൈനൽ കോഡ് തിരിച്ച് അവിടെ നിന്ന് ഒരു മോട്ടോർ ന്യൂറോൺ വഴി നമ്മുടെ മസിൽസിന് ഇൻഫർമേഷൻ കൊടുത്തു, അതായത് കൈ വേഗം വലിക്കണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഈ പറയുന്ന ഒരു ന്യൂറൽ പാത്വേ, ആ നെർവ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത മെസ്സേജിൻ്റെ പാത്വേ, ആ ന്യൂറൽ പാത്വേനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇഫ് ദ സെൻറ്റർ ഓഫ് ദ റിഫ്ലെക്സ് ആർക്ക് ഈസ് ഇൻ ദ ബ്രെയിൻ, ഇറ്റ് ഈസ് കോൾഡ് ദ ക്രേനിയൽ റിഫ്ലെക്സ്. ആൻഡ് ഇഫ് ദ സെൻറ്റർ ഓഫ് ദ റിഫ്ലെക്സ് ആർക്ക് ഈസ് ഇൻ ദ സ്പൈനൽ കോഡ്, ഇറ്റ് ഈസ് എ സ്പൈനൽ റിഫ്ലെക്സ്. അതായത് ഇപ്പം ഈ പോയ മെസ്സേജ് ബ്രെയിനിലോട്ടാണ് ചെന്നതെങ്കിൽ ആ ഒരു റിഫ്ലക്സ് ആർക്കിൻ്റെ ഒറിജിൻ ബ്രെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ ക്രേനിയൽ റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നു. ഇനിയിപ്പം സ്പൈനൽ കോഡിലേക്കാണ് ചെന്നതെങ്കിൽ നമ്മൾ സ്പൈനൽ റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്പൈനൽ കോഡിലോട്ടാണ് ഈ ഇൻഫർമേഷൻ ചെന്നിരിക്കുന്നത്, അത് തിരിച്ച് നമ്മുടെ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് എന്ത് റിഫ്ലെക്സ് ആണ്? ഇതൊരു സ്പൈനൽ റിഫ്ലെക്സ് ആണ്. അപ്പം അതിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്റർ ഓഫ് ദ റിഫ്ലെക്സ് ആർക്ക് ബ്രെയിൻ ആണെങ്കിൽ ക്രേനിയൽ റിഫ്ലെക്സും, അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ദ റിഫ്ലെക്സ് ആർക്ക് സ്പൈനൽ കോഡ് ആണെങ്കിൽ സ്പൈനൽ റിഫ്ലെക്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് ഈ റിഫ്ലെക്സും റിഫ്ലെക്സ് ആർക്കും. ഓക്കെ, ഇനി ചിലപ്പോൾ മേ ബി എന്താണ് റിഫ്ലെക്സ് ആർക്ക് എന്നൊക്കെ ചോദിക്കും. ഒരു റിഫ്ലെക്സ് ആർക്ക് വരയ്ക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം 2ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? സൊമാറ്റിക്കും
ഓട്ടോണോമിക്. അതിൽ സൊമാറ്റിക് നമ്മൾ പറഞ്ഞു, അതിൽ 2 ടൈപ്പ് ന്യൂറോൺസ് ആണ് വരുന്നത്. സെൻസറിയും വരുന്നുണ്ട്, മോട്ടോർ ന്യൂറോൺസും വരുന്നുണ്ട്. സെൻസ് ഓർഗൻസിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് ഇൻഫർമേഷൻ അയക്കുന്നു. മോട്ടോർ ന്യൂറോൺസ് തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ മസിൽസിലോട്ട് ഇൻഫർമേഷൻ അയക്കുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ പെട്ടെന്ന് വോളണ്ടറി മൂവ്മെൻറ്റ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ആണെങ്കിൽ, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സ് ഒക്കെ ആരാണ് ചെയ്യുന്നത്, ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ഇറ്റ് ഹെൽപ്പ് ടു ട്രാൻസ്മിറ്റ് ദ എഫറൻറ്റ് ന്യൂറോൺസ് ടു വേരിയസ് ഓട്ടോണോമിക് ഓർ വിസറൽ എഫക്റ്റേഴ്സ്. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ കാർഡിയാക് മസിൽസ് ഇൻ ദ ഹാർട്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ അണ്ടർ കൺട്രോൾ അല്ല അല്ലേ, ഇതെല്ലാം ബോഡി തന്നെ ചെയ്യുന്നത്, ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം കാർഡിയാക് മസിൽസ് ഇൻ ദി ഹാർട്ട്, സ്മൂത്ത് മസിൽസ് ഓൺ ദ സ്കിൻ, ബ്ലഡ് വെസൽസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ ഇൻ ദി ഗ്ലാൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇവർ എഫറൻറ്റ് ന്യൂറോൺസ് നമ്മൾ പറഞ്ഞൂലേ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബാക്ക് ടു മസിൽസിലോട്ടും ഗ്ലാൻസിലോട്ടൊക്കെ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോൺസിനാണ് എഫറൻറ്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പം ഈ എഫറൻറ്റ് ന്യൂറോൺസിനെ അവരുടെ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഇനി സെൻട്രൽ നെർവസ് സിസ്റ്റം സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൺട്രോൾസ് സെൻസസ് ആൻഡ് ദ വോളണ്ടറി മസിൽസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ് ANS കൺട്രോൾസ് ഓർഗൻസ്, ഗ്ലാൻസ് ആൻഡ് ഇൻവോളണ്ടറി മസിൽസ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം. സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മുടെ സെൻസറി ഇൻപുട്സും അതുപോലെ തന്നെ വോളണ്ടറി മൂവ്മെൻറ്റ്സും ആണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മുടെ ഓർഗൻസിൻ്റെ, നമ്മുടെ ഗ്ലാൻസിൻ്റെ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. Sympathetic nervous system works to enhance the heart rate and prepares the body to cope with the stressful situation. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആ ഒരു എമർജൻസി സിറ്റുവേഷനെ കോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ്. ഓക്കെ, അതായത് ഹാർട്ട് റേറ്റ് കൂടുക, അതിൻ്റെ കുറേ സിംറ്റംസ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. അപ്പം നമ്മുടെ ബോഡീനെ ആ എമർജൻസി സിറ്റുവേഷനെ കോപ്പ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. എന്നാൽ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്താ, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ബോഡീനെ ബാക്ക് ടു നോർമൽ സ്റ്റേറ്റ്, ആ നേരത്തെ കൂടിയ കാര്യങ്ങൾ, നേരത്തെ തടസ്സപ്പെട്ട എല്ലാ ഫങ്ഷൻസും വീണ്ടും ഒരു നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. അതായത് ആ പേഴ്സണെ ഒന്ന് കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ. ഇപ്പം നോക്കുക, അതായത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം ഒരു എമർജൻസി സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആക്സിഡൻറ്റ് തൊട്ടടുത്ത് നമ്മളൊരു ആക്സിഡൻറ്റ് കാണാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, അതൊരു എമർജൻസി സിറ്റുവേഷൻ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരിക്കും അല്ലേ. അപ്പം നമ്മുടെ പ്യൂപ്പിൾസ് ഡൈലേറ്റ് ആവും, നമ്മുടെ സലൈവേഷനൊക്കെ നിൽക്കും, നമ്മൾ തന്നെ ഒരു ചിന്തിച്ച് നോക്കിയാൽ മതി, ഒരു ഭയങ്കരമായിട്ടൊരു അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാണിത്. സലൈവേഷൻ ഇല്ലാതെ ആവുക, ഹാർട്ട് ബീറ്റ് കൂടുക, നമ്മൾ എയർവേസ് ഒക്കെ ഭയങ്കരമായിട്ട് റിലാക്സ് ആയി പോവുക, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ആവുക, ഇൻഹിബിറ്റ് ദ ആക്ടിവിറ്റി ഓഫ് സ്റ്റൊമക്കിൻ്റെ ആക്ടിവിറ്റി ഒക്കെ അവിടെ തടസ്സപ്പെടുന്നു, ഇൻഹിബിറ്റ് ഗോൾ ബ്ലാഡർ, ഇൻഹിബിറ്റ് ആക്ടിവിറ്റി ഓഫ് ഇൻഡസ്റ്റൈൻസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ അവിടെ നിന്ന് പോവുകയാണ്. ദെൻ സിക്രീറ്റ് എപ്പിനിഫ്രൈൻ ആൻഡ് നോർ എപ്പിനിഫ്രൈൻ. നോർ എപ്പിനിഫ്രൈൻ എന്ന് പറയുന്നത് 2 ഹോർമോൺസ് ആണ്. നമ്മളെ ഇനിയും വരുന്ന ചാപ്റ്ററിൽ ഞാൻ ഡിസ്കസ് ചെയ്യും, നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ എൻഡോക്രൈൻ ഗ്ലാൻഡ് വരുന്നുണ്ട്. സോ എപ്പിനിഫ്രൈനും നോർ എപ്പിനിഫ്രൈനും നമ്മളെ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആ ഒരു സിറ്റുവേഷനെ ഈതർ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ എസ്കേപ്പ് ആവുക. അപ്പം ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മളെ കോപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് എപ്പിനിഫ്രൈനും നോർ എപ്പിനിഫ്രൈനും. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഹോർമോൺസ് ഒത്തിരി അളവിൽ സിക്രീറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബ്ലാഡർ റിലാക്സ് ആവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ യൂറിനേറ്റ് ചെയ്യും. നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുമ്പോൾ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ആര് ചെയ്യുന്നതാണ്, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ വൺസ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു, ആ ഒരു എമർജൻസി സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളത്
സക്സസ്ഫുള്ളി നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ കോപ്പ് ചെയ്തു, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം തടസ്സപ്പെട്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ച് ബാക്ക് ടു നോർമൽ ആവണം അല്ലേ. അപ്പം ഈ ഒരു സിറ്റുവേഷൻ വന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ ഓർഗൻസും എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്തത് അതുപോലെ വരണം. അപ്പം ആ ഒരു എല്ലാ ഫങ്ഷനും റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതായത് പ്യൂപ്പിൾസ് ഒക്കെ കൺസ്ട്രിക്റ്റ് ആയി, സലൈവ തിരിച്ചു വന്നു, ഹാർട്ട് ബീറ്റ് സ്ലോ ആയി പതുക്കെ പോലെ തന്നെ, എയർവേസ് ഒക്കെ കൺസ്ട്രിക്റ്റ് ആവുന്നു, സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് സ്റ്റൊമക്, സ്റ്റിമുലേറ്റ് ഗോൾ ബ്ലാഡർ, സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻറ്റസ്റ്റൈൻ, കോൺട്രാക്ട് ബ്ലാഡർ. ഓക്കെ, അപ്പം തിരിച്ച് ആ പേഴ്സണെ കാം ഡൗൺ ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ ഇതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം ത്തിൻ്റെ ചാപ്റ്റർ. സോ സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. മെയിനായിട്ട് നെർവ്സ് ആണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. 12 പേർ ക്രേനിയൽ നെർവ്സും അതുപോലെ തന്നെ 31 സ്പൈനൽ നെർവ്സും ഉണ്ട്. പിന്നെ ആ പേരൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ ആണ്, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിവിഷൻസ് സൊമാറ്റിക്കും ഓട്ടോണോമിക്കും. സൊമാറ്റിക് മെയിനായിട്ട് നമ്മുടെ സെൻസറി ഇൻഫർമേഷനും അതുപോലെ തന്നെ മോട്ടോർ മൂവ്മെൻറ്റ്സ്, അതായത് മോട്ടോർ ഫങ്ഷൻസ് ആയിട്ടുള്ള വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി സെൻസറി ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ സെൻസറി ഇൻഫർമേഷൻസ് നമ്മുടെ ഓർഗൻസിൽ നിന്ന് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് പാസ് ചെയ്യുന്ന ഫങ്ഷനാണ് സെൻസറി ന്യൂറോൺസിനുള്ളതെങ്കിൽ, മോട്ടോർ ന്യൂറോൺസിന് എന്താണ്? അവർ എഫറൻ്റ് ആണ്, തിരിച്ച് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ബാക്ക് അവർ നമ്മുടെ ഓർഗൻസിന് മെസ്സേജ് പാസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മസിൽസിനോട് ആക്ട് ചെയ്യാൻ പറയണം, വേഗം ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത് ആരുടെ ഫങ്ഷനാണ്? മോട്ടോർ ന്യൂറോൺസിൻ്റെ ഫങ്ഷൻ. അപ്പം വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആരാണ് ചെയ്യുന്നത്? സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക് എന്ന് പറയുന്നത് ഇപ്പം പഠിക്കാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യം, നമ്മുടെ അണ്ടർ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളൊക്കെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. അതിൽ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ, ഗ്ലാൻസിൻ്റെ, ഇതിൻ്റെ എല്ലാ മസിൽസിൻ്റെ ഒക്കെ ഫങ്ഷൻസ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റമാണ്. അപ്പം അത് 2 ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫർദർ വരുന്ന സിമ്പത്തറ്റിക്കും അതുപോലെ തന്നെ പാരസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് നമ്മളൊരു എമർജൻസി സിറ്റുവേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ മാറ്റങ്ങളും നമ്മുടെ ബോഡിയിൽ നമ്മൾ കാണുന്നു. അതിനുശേഷം ആ ഒരു എമർജൻസി സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ, ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമ്മൾ കോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ കണ്ടീഷനിലോട്ട് നമ്മളെ കൊണ്ടുവരുന്നതാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. സോ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.